നമ്മളെല്ലാം റൂമിലെത്തിയിട്ടുണ്ട്. നമ്മുടെ റൂമല്ല, ഇത് വേറെ റൂമാണ്, ഫ്രഷ് അപ്പ് ആവുന്ന റൂമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ ഏകദേശം അല്ലേ. അപ്പോൾ ഊട്ടി ട്രിപ്പ് ഇതോടെ കഴിയാൻ പോവുകയാണ്. മണിയിപ്പോൾ വൈകുന്നേരം 4:30 മണിയായിട്ടുണ്ട്. നമ്മൾ നേരെ പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ, എല്ലാം അടുത്തല്ലോ, എല്ലാം പാക്ക് വെച്ചിട്ടുണ്ട്, ഒന്നും മറന്നിട്ടില്ല. പുറപ്പെടാം, അത്ര തന്നെ. ഊട്ടി ട്രിപ്പ് ഇതോടെ തീരുകയാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊന്നും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പൈസയുടെ പ്രശ്നം കൊണ്ട് തന്നെ അടുത്ത് ഇനി വരുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും കവർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഒരു ട്രിപ്പ് ഇട്ട് ഒന്ന് റീച്ച് കൊണ്ടുപോകണമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എല്ലാം കാലിയായി. ഇനി വീട് വരെ എത്താനുള്ള പൈസ വെച്ചിട്ടുള്ളൂ. ചിലവായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകാൻ പറ്റില്ല. ഇവിടെ സൊമാറ്റോ, ഇവിടെ സൊമാറ്റോ ഉണ്ട് കേട്ടോ, ജോലിക്ക് പോവാം സൊമാറ്റോക്ക്. അതുകൊണ്ട് നമുക്ക് ഉടനെ പുറപ്പെട്ടേക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൈസ ചിലവാക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ താമസിക്കേണ്ടി വരും. ഓക്കെ, പുറപ്പെടാം. മതി, കുറെ കറങ്ങില്ല നമ്മളല്ലേ, ഇഷ്ടംപോലെ കറങ്ങി ബൈക്കിൽ. ഇന്ന് ഇവിടെയൊക്കെ പോയി നമ്മൾ ആ ബംഗ്ലാവ് കാണാൻ എവിടെയൊക്കെ പോയി ചുമ്മാ കടന്ന് കറങ്ങി 10-30 കിലോമീറ്ററൊക്കെ. പക്ഷെ ബംഗ്ലാവും കണ്ടില്ല, ജ്യോതിയും കണ്ടില്ല, തീയും കണ്ടില്ല. പക്ഷെ നല്ല വൈബ് ഉണ്ടായിരുന്നു. ആ ഒരു നൊസ്റ്റാൾജി ഫീൽ കിട്ടിയത്. ആ ഒരു കിലിക്ക സിനിമ സീൻസ് ഒക്കെ ഓർമ്മ, ചില രസം കാണുമ്പോൾ ആ പാട്ടും കാര്യങ്ങളൊക്കെ ഓർമ്മ. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല വൈബ് കൊള്ളാം. പൈസ ചിലവ് അത്ര, വേറെ വിഷയമൊന്നുമില്ല, നല്ല പൈസ ചിലവും. അപ്പോൾ ചിലവും കാര്യങ്ങൾ പിന്നെ പറയാം എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സമയം കൂടുതൽ പറഞ്ഞ് കത്തി വയ്ക്കില്ല. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. നീ വേറെ സ്റ്റോപ്പ് ഒന്നും ഇല്ല, നേരെ കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂർ പോയിട്ട് നമ്മളവിടെ മുത്തുവിനെ കാണുന്നു, വീട്ടിൽ പോയി ബാഗ് എടുക്കുന്നു, ഒരു ചായ കുടിക്കുന്നു, പുറപ്പെടുന്നു. അപ്പോൾ ഓക്കെ, പോകുന്ന വേറെ വിഷയമൊന്നുമില്ല. വിഷയമുണ്ട്, മെയിൻ കാര്യം എന്ന് പറയുന്നത് മൈക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അത് പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ കുറേ ക്ലിപ്പിങ്സ് സൗണ്ട് ഒന്നും ഇല്ല. ഞാൻ ഇത്ര നേരം പൊട്ടൻ്റെ മുമ്പിൽ ചങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യം പറഞ്ഞോ എല്ലാം വോയിസ് ഓവർ ചെയ്യാൻ പോവുകയാണ്. ഓർമ്മയുള്ളതൊക്കെ പറയാം, ഇല്ലാത്തത് കൈനിട്ട് പറയാം. ഓക്കെ, ശരി, പോകാം, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ ഊട്ടിക്ക് ബായ് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. ഇവിടുത്തെ റൂമും കാര്യങ്ങളും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു വിഷമമുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഊട്ടി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ദിവസം നല്ല പൈസ കിട്ടുമ്പോൾ ഫാമിലി ആയിട്ടൊന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം, ഒരു 10 ദിവസത്തേക്ക് നല്ല പോലെ. സത്യം പറഞ്ഞാൽ ഊട്ടിയിൽ നമ്മൾ വന്ന് കയറിയപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്, വൈഫിനൊക്കെ അടിപൊളി വൈബായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്ത്. പിന്നെ ഈ ലാസ്റ്റ് ദിവസമായപ്പോൾ കയ്യിൽ നിന്ന് പൈസ തീർന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി. കാരണം നമുക്ക് ഇനി തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാനും ഫുഡിനും പൈസ വേണം. ആ പൈസ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരിക്കണം. ഇതിന് മേളിൽ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഊട്ടി വിടാനുള്ള ഒരു മനസ്സ് വന്നു തുടങ്ങി. ഊട്ടി ഇരിക്കണം ആഗ്രഹമുണ്ട്. പൈസ ഉണ്ടെങ്കിൽ ഏത് നാട്ടിൽ പോയി എൻജോയ് ചെയ്യാം. പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് നിൽക്കാൻ തോന്നില്ല, വീട്ടിൽ പോകാൻ തോന്നും അല്ലേ. ഇവിടുത്തെ സ്ഥലം കണ്ടോ, സൂപ്പർ ആയിക്കണല്ലേ, ഒരു രക്ഷയില്ല. ഇതൊക്കെ വരുമ്പോൾ കണ്ടില്ല കേട്ടോ, രാത്രിയല്ലേ, ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് സൂപ്പറായിട്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ, പോകുന്ന വഴിക്ക് ഒരുപാട് സീനറി ഉണ്ട്, അപ്പോഴത്തേക്ക് കണ്ടുപോകാം. സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് ഊട്ടിയിൽ വരുമ്പോൾ ഓർമ്മ വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് കിലുക്കം സിനിമയാണല്ലേ. കിലുക്കം സിനിമയിലെ പാട്ട് സീൻസൊക്കെ എനിക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടായത് ഒരുപാട്, വരുമ്പോഴും തിരിച്ച് പോകുമ്പോഴും. സത്യം പറയല്ലോ, ആ പാട്ടൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് ഒരു എന്താ പറയുക, ഒരു കണ്ണീര്, ഒരു നല്ല വൈബ്, ഒരു നൊസ്റ്റാളജി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഫീലോടെ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട സ്ഥലം, അതായത് ഊട്ടിയിൽ നിന്ന് നേരെ നമ്മൾ പോകേണ്ടത് കോയമ്പത്തൂർ പെരിയനായക്കം പാളയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 70 കിലോമീറ്റർ ദൂരമുണ്ട്, 2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പോയാലും മണി 5 ആയില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ 7:30 മണി അടുപ്പിച്ചാവുമായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡിൽ വിട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് സൂപ്പറാണ്. വൈകുന്നേരം സമയമായിട്ട് നല്ല ഇളം വെയിലുള്ള കാഴ്ചയൊക്കെ സൂപ്പറാക്കി, ഉഗ്ര സീനറി ഉണ്ട്. ഇതൊക്കെ കണ്ടു പോവാം അല്ലേ. നല്ല ശരി തന്നെ കേട്ടോ. ബൈസൺ കാള കണ്ട, ഇതാണ് ബ്ലാക്ക് ബൈസൺ അല്ല, ഇത് ബ്രൗൺ ബൈസൺ ആണ്, ബ്രൗൺ കളറല്ലേ. നമ്മളെ ബൈക്കിൻ്റെ പേര് ബ്ലാക്ക് ബൈസൺ. അപ്പോൾ ഈ കാളയെ ഉദ്ദേശിച്ചാണ് എൻ്റെ ബൈക്കിന് ആ പേരിട്ടത്. കാരണം എൻ്റെ ബൈക്കിന് മസ്കുലർ ബോഡി ഉണ്ട് കാളയെ പോലെ, അതുകൊണ്ടാണ് ബ്ലാക്ക് ബൈസൺ പേരിടാൻ കാരണം. അപ്പോൾ ബ്ലാക്ക് ബൈസൺ കണ്ടോ നല്ലപോലെ, എൻ്റെ കൂട്ടുകാരനാണ്. അത് ബ്രൗൺ ബൈസൺ, നീ ബ്ലാക്ക് ബൈസൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയില്ല, സൂപ്പർ കേട്ടോ, വേറെ ലെവൽ. അപ്പോൾ എന്തായാലും ഒരു വൈൽഡ് ആനിമലിനെ കാണാൻ പറ്റിയിട്ടുണ്ട്, ഇത് തന്നെ നമ്മളെ ഭാഗ്യം അല്ലേ, സൂപ്പർ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 5:30 മണി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ കുന്നൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് 51 കിലോമീറ്റർ ദൂരമുണ്ട് പെരിയനായക്കം പാളം എത്താനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കണമെന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ചായ കുടിക്കാൻ നടത്താൻ നോക്കട്ടെ. ആദ്യം പെട്രോൾ അടിക്കണം വണ്ടിക്ക്, കാരണം പെട്രോൾ ഉണ്ട്, എന്നാലും അടിച്ചേക്കാം. പോകുന്ന വഴിക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും കണ്ടില്ലെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഊട്ടി ടു കോയമ്പത്തൂർ പോകുന്ന റെയിൽവേ ട്രാക്കാണ്. സംഭവം ഇത് രാത്രി വന്നപ്പോൾ കാണാൻ പറ്റില്ലതൊന്നും. സത്യം പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ മാക്സിമം പകൽ വരാൻ നോക്കുക, രാത്രി തീരെ താമസിക്കൽ ഒന്നും കാണാൻ പറ്റില്ല, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഊട്ടിയിൽ വരാൻ നേരത്ത് മാക്സിമം ഇരുട്ട് മുമ്പ് എത്തുക. എത്തിക്കഴിഞ്ഞാൽ വരണ വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും, മിസ്സാക്കല്ലോ. ഓക്കെ, അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 5:50 ആയിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ സമയമായി. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. We began to feel the fire. We rise like tall buildings. വ്യൂ പോയിന്റ് സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. എന്ത് ഹൈറ്റ് ഉണ്ട് എൻ്റെ അമ്മോ. ഇതൊക്കെ രാത്രി കാണാൻ പറ്റിയില്ല, കാരണം ഇരുട്ടായുണ്ട്. അതുകൊണ്ട് മാക്സിമം പകലിൽ വരാൻ നോക്കുക. The night's young and it's just begun.
She puts her hand in mine. നമ്മളങ്ങനെ ഫൈനലി അവസാനത്തിൽ അങ്ങനെ ലാസ്റ്റ് ഹെയർ പിൻ കർവ് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ഊട്ടിയിലെ മല എൻഡാവുകയാണ്. നമ്മൾ ഊട്ടിയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി പോകുന്നത് കോയമ്പത്തൂരിലോട്ട്. ഊട്ടി കഴിഞ്ഞു കേട്ടാ, സൂപ്പർ. നമ്മൾ സത്യം പറഞ്ഞാൽ ജയിച്ച്, സക്സസ് അല്ലേ, ഇത്രയേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് നിന്നും ഊട്ടിയിലോട്ടൊരു യാത്ര. സത്യം പറയാലോ, ഒട്ടും പ്രതീക്ഷയില്ല എങ്ങനെ പോകുന്നുള്ള കാര്യം. എല്ലാം ഒരു മാജിക്കായിരുന്നു. ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു സത്യം പറയാലോ. നമ്മൾ എന്തായാലും ഒരു വ്ളോഗ് ചെയ്യണം, നല്ലപോലെ റീച്ച് കിട്ടണം, നമ്മളെ ചാനൽ നല്ലപോലെ കൊണ്ടുപോകണം, ഒറ്റ മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. എങ്ങനെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞു സത്യം പറയാലോ. ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പിന്നെ കട്ടക്ക് മുന്നോട്ട് ഇറങ്ങി ജയിച്ച് കഴിഞ്ഞ്. സത്യം പറയാലോ, ഇതൊരു വലിയ അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ കുറേ കാര്യം പഠിച്ചായിരുന്നു. കാരണം ഒരു ലോങ് ട്രിപ്പ് എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇനി വിഷയമില്ല. ഇനി ലോങ് ട്രിപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാമോൺ, കട്ടക്ക് നിൽക്കണം, വാ. ഓക്കെ, നമ്മളങ്ങനെ മേട്ടുപ്പാളയം എത്തിയിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6:45 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് 19 കിലോമീറ്റർ ഉണ്ട് പെരിയാനായ്ക്കപ്പാളയം എത്താനായിട്ട്. അപ്പോൾ ഒരു 3 മണിക്കൂർ ആവുമായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 7:30 മണിയാകുമ്പോൾ എത്തുമായിരിക്കും മുത്തുലക്ഷ്മി വീട്ടിൽ. അപ്പോൾ എന്തായാലും മുത്തുലക്ഷ്മി വീട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യണോ അതോ ഇന്ന് തന്നെ പുറപ്പെടണം ആലോചിച്ചുകൊണ്ടിരിക്കണം. കാരണം വേറെ ഒന്നുമില്ല, നമ്മളെന്തായാലും മുത്തുലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 8 മണി അടുപ്പിച്ചാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 8 മണിക്ക് പുറപ്പെട്ട് തിരുനെല്ലി എത്താൻ നേരത്ത് കറക്റ്റ് ഒരു വെളുപ്പാങ്കാലം 3 മണി അടുപ്പിച്ചാവും. രാത്രി വെളുക്ക വണ്ടി ഓടിക്കണം. അതുമല്ലാതെ ഞാൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അത് കൂടെ വൈഫും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ശരിയാവില്ല അല്ലേ, സേഫല്ല. ഓക്കെ, അങ്ങനെ പെരിയനായ്ക്കപ്പാളയം എത്തിയിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:15 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് പോകേണ്ടത്? രാജു നഗർ അല്ലേ, ആദ്യം രാജു നഗർ 3rd സ്ട്രീറ്റ് ഇവിടെയാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ റൂട്ടൊക്കെ ഏകദേശം പഠിച്ചുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല, എല്ലാം കാണാപ്പാടായിട്ടുണ്ട്. അതായത് നമ്മുടെ നാട് വിട്ട് വേറെ നാട്ടിലോട്ട് പോകാൻ നേരത്തെ ചെറിയൊരു പേടി കാണും. കാരണം റൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം. നമ്മൾ 4 ദിവസം നിന്നാൽ അത് എല്ലാം ശരിയായിക്കോളും. പിന്നെ അവിടുത്തെ നാട് നമ്മുടെ നാട് പോലെ ആയിക്കോളും അല്ലേ. ഓക്കെ, അങ്ങനെ മുത്തൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് തന്നെ കറുത്ത കയറ്റ് പിങ്ക് കളർ മതിൽ. ഓക്കെ, ഇത് തന്നെ. ഓക്കെ, സൂപ്പർ. അപ്പോൾ എത്തി എങ്ങനെയൊക്കെ 91 കിലോമീറ്റർ ഏകദേശം വണ്ടി ഓടിച്ചല്ലേ ഊട്ടിയിൽ കോയമ്പത്തൂർ വരെ. ഓക്കെ, മൈക്കില്ലാത്തതുകൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടിരിക്കണല്ലേ. ഓക്കെ, നമ്മളങ്ങനെ മുത്തൂൻ്റെ വീട്ടിൽ എൻട്രി ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഹായ് അമ്മ, സുഖമാണോ? അമ്മ പറഞ്ഞത് തിരിച്ച് കേൾക്കില്ല, കാരണം അമ്മയ്ക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം മൈക്ക് കംപ്ലൈൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും അമ്മ തിരിച്ച് പറഞ്ഞുകൊണ്ട് സുഖമാണെന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് എന്തായാലും എല്ലാം ഊരി വയ്ക്കാം. ഹെൽമറ്റ്, പിന്നെ ബാഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം, മുത്തുലക്ഷ്മി ഹസ്ബൻഡ് പിന്നെ പിള്ളേരൊക്കെ പുറത്ത് പോയിരിക്കുകയാണ്. വരാൻ ഒരു 9 മണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിലെ ഇവിടെ അമ്മയടുത്ത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം അല്ലേ. ഓക്കെ, മിത്രൻ ഹായ് ചൊല്ലു. മിത്രൻ ഹായ്. ഇവൻ്റെ പേര് മിത്രനാണ്. അപ്പോൾ ആൾ നല്ല കമ്പനി ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രണ്ട്സായി. ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു, വരൂരായിരുന്നു, കരച്ചിലായിരുന്നു. ഇപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കുള്ള ചാപ്പാട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി ചോറ് അല്ലേ, ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ബിരിയാണി വാങ്ങിച്ചാ ശരി. ഓക്കെ, ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സെറ്റപ്പായിട്ട്. അപ്പോൾ കഴിക്കാം മിത്രൻ, കഴിക്കാം. ചാപ്പിടല്ലമ്മ കമ്പനിയായിട്ട് അല്ലേ, കമ്പനിയാ, കുഴപ്പമൊന്നുമില്ല. ശരിക്കും അറിയാം പാവല്ലേ. അപ്പോൾ ഓക്കെ, കഴിക്കാന്നാ, കമോൺ. ഓക്കെ, അപ്പോൾ അവിടെ പിള്ളേർ ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ആഹാരം കഴിക്കാം. നിങ്ങൾ കഴിച്ചാ? സ്റ്റെപ്പ് ഉണ്ടല്ലേ, ശരി. ഓക്കെ, ചിക്കൻ ബിരിയാണി ഉണ്ട്, തക്കാളി ചോറുണ്ട്. തക്കാളി ചോറ് വീട്ടിൽ വെച്ചാണ്, ഫാമിലി ഫുഡാണ്. ചിക്കൻ ബിരിയാണി പുറത്ത് വാങ്ങിക്കും അല്ലേ. കഴിക്കാൻ പോയാൽ വേറെ വിഷയമൊന്നുമില്ല, നല്ല വിശപ്പുണ്ട്. ഇതിന്റെ പേര് കീര കടഞ്ഞത്. അതായത് മലയാളത്തിൽ എന്ത് പറയും, കീരയെ നല്ല ജ്യൂസാക്കി ഒരു കറിയാണ്. ഇത് സൈഡ് ഡിഷാണ് അല്ലേ, സൈഡ് ഡിഷാണ്. ഇത് കഴിക്കാം, ഞാൻ കഴിക്കും വീട്ടിൽ, എനിക്ക് ഇഷ്ടമാണെങ്കിൽ. വീട്ടിൽ അമ്മ ഉണ്ടാക്കും. സംഭവം പൊളിയല്ലോ, അടിപൊളി. പുളിപ്പല്ലേ, ഇച്ചിരി പുളിപ്പുണ്ടല്ലേ ഇത്. മൊബൈലിൽ മാറിപ്പോയി, എവിടെ ചുവന്ന് ഇവിടെയൊക്കെ ഒരുമാതിരി മുറിഞ്ഞ പോലെ. ഈ ഭാഗത്തൊക്കെ ഒരുമാതിരി നീർന്നു കേട്ടോ. കംപ്ലീറ്റ് തണുപ്പല്ലേ അവിടെ കംപ്ലീറ്റ്. അതാണ് നമുക്ക് ഈ ക്ലൈമറ്റ് പിടിക്കൂല ഊട്ടിയിൽ പോകുമ്പോഴേ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ മുത്തുലക്ഷ്മി വീട്ടിലാണ്. അപ്പോൾ നാളെ രാവിലെ നേരത്തെ കഴിക്കണം അല്ലേ. ഇപ്പോൾ ഇത്രയും ക്ഷീണം ഉള്ളതുകൊണ്ട് നാളെ കഴിക്കും കുറച്ച് താമസിക്കാൻ പാടില്ല. നേരത്തെ കഴിക്കണം, നേരത്തെ കഴിച്ചാൽ നേരത്തെ പോകാൻ പറ്റുള്ളൂ. മാക്സിമം ഒരു 5 മണിക്ക് കഴിക്കുക, 6 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. വണ്ടി എടുക്കുക, പുറപ്പെടുക, നേരെ തിരുനെല്ലി പോവുക, മാമൻ്റെ വീട്ടിൽ പോവുക. അവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്യുക, റെസ്റ്റ് എടുക്കുക. പിന്നെ വൈകിട്ട് നേരെ ട്രിവാൻഡ്രം. ഇതാണ് പ്ലാൻ. ഓക്കെ, എത്ര തന്നെ. അപ്പോൾ താങ്ക് യു മുത്തുലക്ഷ്മി, താങ്ക്സ് അമ്മ. ഓക്കെ, അപ്പോൾ ഡയലോഗ് പറയാം. ഓക്കെ ആണല്ലോ. ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്, കറക്റ്റ് ഓർമ്മിച്ചോണം. ഞാൻ പറഞ്ഞിട്ട് പറയണേ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ്
സൗണ്ടേ ഇല്ല, ഒട്ടും വന്നില്ല, ആരും കഴിച്ചില്ലായിരിക്കും. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. പോരാ അപ്പൊ ലൈഫ് சிரிப்பு மட்டும்தான் இருக்கு, சவுண்டே காணும். என்னப்பா நீங்க போதும். அம்மா நீங்க சொல்லுங்கம்மா, லைஃப் சொல்லுங்கம்மா சும்மா. சூப்பர் சூப்பர், நீங்க சொல்லுங்க. லைஃபே போச்சா, அடிச்சு பொളിക്കണം ഗൈസ്. ഓക്കേ, ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. വാ വാ വാ, ഭയങ്കര കോമഡി ഇല്ലേ? ഞാൻ നിങ്ങൾ വേറെ മനസ്സിലുള്ള ലൈഫ് പോച്ചിന് சொல்ற மாதிரி முத்துக்கெல்லாம் முடிச்ச சரி, ஓகே, பாய் டாடா, பை பை, see you. അപ്പോൾ ഇന്ന് രാവിലെ മണി 5 മണി ആയിട്ടുണ്ട്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഊട്ടി വ്ളോഗ് ഡേ 5 ആണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ്. അപ്പം പോകാം, സമയമായി. ചായ കുടിച്ച ഉടനെ ഇറങ്ങണ്ടേ, വേറെ വിഷയമൊന്നുമില്ല. ഇന്നത്തെ റൈഡ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ ടു തിരുനെൽവേലിയാണ്. റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. പോകണ്ട ബൈക്കിൽ, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ചായ വന്നിട്ടുണ്ട്. ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്, ചൂട് ചായ. ചായ ഇട്ടുന്ന അമ്മയാണ്. അമ്മ താങ്ക് യു. ടാറ്റ, ബൈ ബൈ, സീ യു. പോയിട്ട് വരാം മുത്തു, ടാറ്റ പറഞ്ഞേ തന്നെ അടുത്ത് പിള്ളേരടുത്ത് പറഞ്ഞേക്കണം. പോയിട്ട് വരാം. ഓക്കെ, ഗ്യാറ്റ് പൂട്ടിക്കണ. അപ്പോൾ ഓക്കെ മുത്തു, പോയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. മണി ഇപ്പോൾ കറക്റ്റ് 5:30 മണി ആയിട്ടുണ്ട്. വെളുപ്പാങ്കാലത്ത് നമ്മൾ പോകേണ്ട സ്ഥലം തിരുനെൽവേലിയാണ്. ഇവിടുന്ന് കറക്റ്റ് 370 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. രാവിലെ തന്നെ സൂപ്പർ റൈഡാണ്. അത് മോർണിംഗ് റൈഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 5:30 മണിക്ക് റൈഡ് പോകുന്നത്. കാരണം നല്ലൊരു എന്ത് പറയാം, ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു കൂളിംഗ് ആയിരിക്കും. അതേ സമയത്ത് ട്രാഫിക് കാണൂല, പിന്നെ ഒരു പ്രത്യേക ഫ്രഷ് വൈബായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും രാവിലെ റൈഡ് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോവുക, ഇടയ്ക്കിടയ്ക്കൊക്കെ സൂപ്പറാണ്. അപ്പോൾ നേരെ പോകാം, വേറെ വിഷയമൊന്നുമില്ല. കട്ടയ്ക്ക് മുന്നോട്ട് പോകാം. സൂപ്പർ, വാ വാ വാ. അപ്പോൾ പേഴ്സ്, ഫോണ്, ലഗേജ് എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. കാരണം നമ്മൾ എവിടെ നിന്ന് ഇറങ്ങിയാലും ഇതൊന്ന് ചെക്ക് ചെയ്തേക്കണം, എല്ലാം ഓക്കെ ആണെന്നുള്ളത്. കാരണം നമ്മൾ പോയിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇറങ്ങി മുമ്പായിട്ട് ഒന്ന് റീചെക്ക് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, നമ്മളതിനെ പെരിയനായകം പാളയം മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ റൈറ്റ് കയറി പോകാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലം കയറിയും പോകാം. നമുക്കൊരു കാര്യം ചെയ്യാം, മാപ്പ് കാണിക്കുന്ന വഴി കൂടെ പോകാം. മാപ്പ് ഇപ്പോൾ റൈറ്റാണ് കാണിക്കുന്നത്, റൈറ്റ് കയറി പോവാം. വാ, കമോൺ ഗൈസ്. രാവിലെ പൊളി വൈബ് തന്നെ അല്ലേ? എന്താ ഒറ്റ മനുഷ്യൻ റോഡിൽ, എന്ത് സൂപ്പറായിക്കണം. പകലക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും, അത്ര ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. മണി ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. സൂര്യ വെളിച്ചം വന്നു തുടങ്ങി. അപ്പോൾ സിറ്റിക്കകത്ത് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ ശരിക്കും വണ്ടികളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴേ തുടങ്ങി കേട്ടാ, എൻ്റെ അമ്മോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പോകുന്നത് തിരുപ്പൂരാണ്. തിരുപ്പൂരിൽ നിന്ന് ദിണ്ടുക്കൽ, ദിണ്ടുക്കലിൽ നിന്ന് മധുരയിൽ നിന്ന് തിരുനെൽവേലിയാണ് പോകുന്നത്. കറക്റ്റ് 370 കിലോമീറ്റർ ഉണ്ട്. 8 മണിക്കൂർ സമയം എടുക്കും എന്തായാലും ട്രാവലിംഗ്. മണി ഇപ്പോൾ എത്ര 6 മണിയായി, 6 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ എത്താൻ നേരത്തെ എങ്ങനെ പോയാലും 3 മണി അടുപ്പിച്ചാവുമായിരിക്കും. കുഴപ്പമില്ല. വാ പൊളി, ഒരു രക്ഷയില്ല കേട്ടോ, എൻ്റെ അമ്മോ. സത്യം പറയാമല്ലോ, ഇങ്ങനത്തെ വ്യൂ ഒക്കെ കണ്ട് ദിവസങ്ങളായി. പണ്ട് കൊച്ചിലെ കണ്ടാണ്. കൊച്ചിലെ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ രാവിലെ എഴുക്കുമായിരുന്നു നേരത്തെ. ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ രാവിലെ എഴുക്കുമ്പോൾ 8-8:30 ആവില്ല. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു സീനറി ഒന്നും. സത്യം പറയില്ല, ഗോൾഡൻ കളറിൽ സണ്ണ് അല്ലേ, സൂര്യൻ കാണുന്ന ആ ഒരു കാഴ്ച വേറെ ലെവലാണ്. ഇതൊക്കെ കാണണമെങ്കിൽ ഭാഗ്യം വേണം അല്ലേ? ഭാഗ്യം വേണ്ട, കറക്റ്റ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ മതി, ഇത് കാണാൻ പറ്റും. സൂപ്പർ കേട്ടോ, വേറെ ലെവൽ വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്ത് പറയാം, ഇത് നല്ല ഒരു നമുക്ക് ഈ മൊബൈലൊക്കെ ഫുൾ ചാർജ് ചെയ്ത് എങ്ങനെയൊക്കെ അതുപോലെ എളുപ്പം നിൽക്കണം. ഫുൾ ചാർജ് നിൽക്കുകയാണ് നമ്മൾ ഈ വെളിച്ചം കാണുമ്പോൾ തന്നെ. സത്യം പറയില്ല, സൂര്യ വെളിച്ചം എന്ന് പറയുന്നത് നല്ല എനർജിയാണ്. അത് എന്ത് പറയാം, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ദിവസം 3 ആഹാരം കഴിക്കുമ്പോൾ ഈ സൂര്യ വെളിച്ചം നമുക്ക് എടുക്കണം എല്ലാവരും ബോഡിയിൽ. കാരണം എടുത്താൽ മാത്രമേ നല്ലപോലെ വൈറ്റമിൻ ഡി സംതിങ് കിട്ടുള്ളൂ. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെങ്ത് നല്ല കൂടും. സ്ട്രെങ്ത് പറഞ്ഞാൽ വേറെ ബോൺ സ്ട്രെങ്ത്, ബോണിൽ നല്ല ഡെൻസിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എന്നെ ചേർത്താണ് പറയുന്നത്, മാക്സിമം രാവിലെ കഴിച്ച് സൂര്യ വെളിച്ചം കൊള്ളാൻ നോക്കുക, കൊണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഔട്ടർ കഴിഞ്ഞ് സിറ്റി വിട്ട് ബൈപ്പാസ് വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല എൻ്റെ അമ്മോ. അതായത് ഊട്ടിയിൽ തണുപ്പുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല, അതേ തണുപ്പ് ഏകദേശം ഇവിടെയുണ്ട്. അതായത് കോയമ്പത്തൂർ ജില്ല എന്ന് പറയുന്നത് ഊട്ടിയിൽ അടുത്തുള്ള ജില്ലയാണ്. അപ്പോൾ ഊട്ടിയിലുള്ള തണുപ്പെല്ലാം ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഊട്ടിക്ക് എന്ത് തണുപ്പുണ്ടോ അതിൻ്റെ പകുതി തണുപ്പ് കിട്ടുന്നുണ്ട്. നല്ല തണുപ്പ്, പകുതിയല്ല കൂടുതലുണ്ട്. രക്ഷയില്ല അമ്മോ, വിറയ്ക്കുകയാണ്. അപ്പോൾ സൂര്യൻ അങ്ങനെ ഉദിച്ച് മുകളിലോട്ട് വരെയാണ്. നല്ല വെളിച്ചം കൂടുന്നുണ്ട്. അതേ സമയത്ത് ആ വെളിച്ചം കണ്ണിന് നേരെ അടിക്കുകയാണ്. വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. കയ്യിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, വയ്ക്കണമെന്നുണ്ട്. ശരി, കുഴപ്പമില്ല, പിന്നെ വയ്ക്കാം. നമ്മൾ നേരെ സ്പീഡിൽ വിട്ട് പോകാൻ നിൽക്കേണ്ടല്ലേ. നമ്മളങ്ങനെ ധാരാപുരം എന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് പോകണം, ബൈപ്പാസ് കയറി നേരെ പോകുന്നത് ദിണ്ടുക്കലാണ്. ധാരാപുരം എന്ന് പറയുന്നത് തിരുപ്പൂർ ജില്ലയിലാണ് വരുന്നത്. അപ്പോൾ തിരുപ്പൂർ നമ്മൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോകുന്നത് ദിണ്ടുക്കൽ, ദിണ്ടുക്കലിൽ നിന്ന് മധുര ടു തിരുനെൽവേലി. ഇതാണ് റൂട്ടും കാര്യങ്ങളൊക്കെ. പോകാം, കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, അങ്ങനെ ധാരാപുരം നാഷണൽ ഹൈവേ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് 252 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കാപ്പി കുടിക്കണം, അത്ര തന്നെ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഹോട്ടലുണ്ടെങ്കിൽ വണ്ടി നിർത്തേക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, ഹോട്ടൽ ആര്യാസ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അകത്ത് ആളൊന്നും ഇല്ല, കൊള്ളാൻ പറ്റില്ലെന്ന് പറഞ്ഞൂടാ. ശരിക്കും നോക്കാം.
ഉരുളും വെള്ളം ചൂടാക്കി ഉണ്ടാക്കില്ല അതുകൊണ്ട് എല്ലാം തണുപ്പല്ലേ ഒരു രക്ഷയില്ല. അമ്മോ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയും കാണാം, ആഹാരം കഴിക്കാം അല്ലേ. ഇഡ്ഡലിയുണ്ട്, പൊങ്കലുണ്ട്, ദോശയുണ്ട്. ഏത് വേണം? ഓക്കെ പോകാം. കാപ്പി കുടിച്ച് കഴിഞ്ഞുകൊണ്ട് മൊത്തം ഞാൻ 3 ഇഡ്ഡലി, വാണി 2 ഇഡ്ഡലി, മൊത്തം 5 ഇഡ്ഡലി. 5 ഇഡ്ഡലിക്ക് 75 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ നോക്കിയപ്പോൾ ഈ ഹോട്ടലിൽ ചായ ഇല്ലെന്ന് പറഞ്ഞു. അതിന് തൊട്ട അടുത്ത കടയിൽ നിന്ന് ചായ കുടിച്ചായിരുന്നു. ചായ എക്സ്ട്രാ 30 രൂപ ആയിട്ടുണ്ട്. 30 75 ചേർത്ത് മൊത്തം 105 രൂപ ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നേരെ പോകാം. അപ്പോൾ പോകും മുമ്പായിട്ട് പെട്രോൾ പമ്പ് കയറിയിട്ട് പോകാം. ടോയ്ലറ്റിൽ പോകണമായിരുന്നു. ഓക്കെ, അങ്ങനെ ടോയ്ലറ്റൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ ബാക്കിലായിട്ട് ലഗേജ് കണ്ട. ഈ ലഗേജിൻ്റെ പുറത്തൊരു കയറുണ്ട്. ഇതാണ് ബഞ്ചി റോപ്പ് എന്ന് പറയും. ഇത് വെച്ച് കെട്ടി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇങ്ങനെ റിമൂവ് ആവില്ല കൈ. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സൈഡിലുള്ള ബാഗ് മാത്രമേ ഉള്ളൂ. ആ സൈഡിലുള്ള ബാഗ് കൊണ്ട് ബാക്ക് കെട്ടാൻ പറ്റും. അതിനുള്ള ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ലഗേജ് റാക്കാണ്. ആ റാക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ബാഗും ചേർത്ത് കെട്ടി വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു വിഷയമില്ലാതെ കട്ടയ്ക്ക് മുന്നോട്ട് പോകാം സൂപ്പറായിട്ട്. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ബാത്റൂം പോയിട്ടുണ്ട്, ഫ്രഷ് ആയ നല്ല വൈബിലാണ് ഇപ്പം. വേറെ വിഷയമൊന്നുമില്ല, കട്ടയ്ക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ പെട്രോൾ പമ്പിൽ കുറച്ച് റേഡിയോ പാട്ട് കേട്ടായിരുന്നു, സൂപ്പറായിട്ട്. പഴയ ഈ ശ്യാം നട ഉണ്ടല്ലോ, തമിഴ്നാട് ശ്യാം, അങ്ങനെ പഴയ പാട്ടുകളുണ്ടല്ലോ, അത് കേട്ടായിരുന്നു ഇത്രയും കൊണ്ട്. അപ്പോൾ ഏതൊക്കെ പാട്ടെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ വോയിസ് ഓവറിലാണെങ്കിൽ പാടി കാണിച്ചില്ല. ഏത് പാട്ട് പാടിയത്? പാട്ട് കേട്ടോ, ഈ പാട്ട് തന്നെ. ഒരു പുന്നകൈ പൂവേ സിറു പൂക്കളിൻ ദീവേ, നല്ല പാട്ടല്ലേ. താരാപുരം മെയിൻ സിറ്റി എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് പോയ 500 മീറ്റർ താരാപുരം മെയിൻ ബസ് സ്റ്റാൻഡാണ്. പിന്നെ ലെഫ്റ്റ് പോയ പൊള്ളാച്ചിയും കൂടെയാണ്. നേരെ പോയി കഴിഞ്ഞാൽ ദിണ്ടുക്കൽ 70 കിലോമീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെയാണ് പോകേണ്ടത്, വേറെ വിഷയമൊന്നുമില്ല. നമ്മളങ്ങനെ ബൈക്കിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. വേറെ കൊണ്ടല്ല, നല്ല ഹൈവേ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സ്പീഡ് ലിമിറ്റ് പറഞ്ഞാൽ 85-90 പോകാൻ പറ്റും. കാറൊക്കെ പോകുന്നുണ്ട്, ബൈക്ക് പോകാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ബൈക്കും പോവാം, നല്ല ബൈക്കാണെങ്കിൽ പോകാൻ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബൈക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. FC V3 നമ്മുടെ കിട്ടില്ല ബൈക്കാണ്, ഒട്ടും തന്നെ വൈബ്രേഷൻ തരുന്നില്ല. പിന്നെ ഈ ബൈക്കിനെ പറ്റി പറയാൻ ഒരു പ്രശ്നം മാത്രമേ ബാക്കിയുള്ളൂ, വേറെ ഒന്നുമില്ല. അത് ബാക്കിൽ സസ്പെൻഷൻ കുറച്ച് ഹാർഡായിരിക്കുകയാണ്. അത് കാരണം കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട് കട്ടറ കറങ്ങുന്ന നേരത്ത്. അല്ലാതെ ബൈക്കിന് കുറ്റം പറയാൻ വേറെ ഒരു കുഴപ്പമില്ല, കിട്ടില്ല ബൈക്ക് തന്നെ. മണിയിപ്പോൾ കറക്റ്റ് 9:10 ആയിട്ടുണ്ട്. നല്ല ഉറക്കം വേണ്ട, ഒരു രക്ഷയില്ല. രാവിലെ അഴിച്ചതല്ലേ 4 മണിക്ക്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പോകാം അല്ലേ. ഉറങ്ങി ബാക്കി നല്ല ഉറക്കം വേണ്ട. അപ്പോൾ കുറച്ച് നേരം വണ്ടിക്ക് റെസ്റ്റ്, നമുക്ക് റെസ്റ്റ്. ഓക്കെ. ഓക്കെ, നമ്മൾ മധുര കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 153 കിലോമീറ്റർ ദൂരമുണ്ട് തിരുനെല്ലിയിൽ എത്താനായിട്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12 മണി അടുപ്പിച്ച് ആവാറായി. അപ്പോൾ ഒരു ചെറിയ വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം വേറെ ഒന്നുമില്ല, രാവിലെ നേരത്തെ കാപ്പി പിടിച്ചല്ലേ. മണി ഇപ്പോൾ കറക്റ്റ് 12 മണിയായി. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കുള്ള ഊണ് സമയമായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് സ്നാക്സ് കഴിച്ച് പോകാം. ഉച്ചയ്ക്കുള്ള ഊണ് എന്തായാലും തിരുനെല്ലി പോയി കഴിക്കാം അല്ലേ. 3 മണിക്ക് എത്തുമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം. കുഴപ്പമില്ല, കമോൺ ഗൈസ്. ഓക്കെ, ബാക്കി ഇറങ്ങിക്കോ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് ഇറങ്ങും. വാണിക്കാൻ ഏറ്റവും കൂടുതൽ പാട്, കാരണം വേറെ ഒന്നുമില്ല. അപ്പോൾ വാണി ഇരിക്കാൻ നേരത്ത് ബാഗിൻ്റെ വള്ളിക്കകത്ത് കാലിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ബൈക്കിൻ്റെ ടയറിനിടയിൽ ബാഗ് പോകാൻ പാടില്ല. ഇതിനു മുമ്പ് ഞാൻ ശബരിമലയ്ക്ക് പോയ സമയത്ത് ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ആ സമയത്ത് ബൈക്കിൻ്റെ ടയറിൽ ബാഗ് കിടന്ന് പറഞ്ഞ് ബാഗ് കയറി. അപ്പോൾ ഇപ്രാവശ്യം നടക്കാൻ പാടില്ല വിചാരിച്ചാണ് ബാഗിനെ പിടിച്ച് മാക്സിമം സേഫ്റ്റിയൊക്കെ വെച്ചിട്ടുള്ളത്. രണ്ട് കോഫി. ടു കോഫി. ഫിൽട്ടർ കോഫി. ഇത് ബ്രൂഡാ? പഴയ പരസ്യം ഓർമ്മ. ചൂട് കോഫി, നല്ല ചൂട് കോഫിയാണ്, ഒരു രക്ഷയില്ല. നല്ല ആറ്റിക്കോണം, അത് ഇപ്പോഴേ കുടിക്കാൻ പറ്റുള്ളൂ അല്ലേ. ആഹാ, അപ്പോൾ ഒരു ഉഴുന്നുവട, ചമ്മന്തി, ഒരു കോഫി, സൂപ്പർ കോമ്പിനേഷൻ അല്ലേ. സമൂസയാ? കോഫി അടിപൊളി, വടയും സൂപ്പർ, രക്ഷയില്ല കേട്ടാ.
ഓക്കെ, അങ്ങനെ കോഫി കുടിച്ച് കഴിഞ്ഞ് കോഫി ഒരു രക്ഷയില്ല, സൂപ്പർ കോഫി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കോഫി കുടിച്ചിട്ടില്ല. ഈ കോഫിയുടെ പേര് കുംഭകോണം ഡിഗ്രി കോഫി ആണ് കോഫിയുടെ പേര്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് മധുര കഴിഞ്ഞ് തിരുപ്പരംകുന്றம் പോകുന്ന വഴിക്കുള്ള ഹൈവേയിൽ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഹൈവേ തന്നെ കുറേ ബ്രാഞ്ച് ഇവർക്കുണ്ട്. അതായത് കടയുടെ പേര് KDFCS കുംഭകോണം ഡിഗ്രി കോഫിയാണ്. അപ്പം ബോർഡ് നോക്കി അറിയാൻ പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ ഓക്കെ, പോകുന്ന സമയമായി. ഞാൻ 2 കോഫി കുടിച്ചായിരുന്നു. വാണി 1 കോഫി കുടിച്ച്. 2 കോഫി കുടിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, കോഫി എത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് 2 കോഫി കുടിച്ചത്. ഇപ്പോൾ 2 കോഫി പ്ലസ് 1 കോഫി 3 കോഫി 2 വട എല്ലാം ചേർത്ത് മൊത്തം കോഫിക്ക് 60 രൂപ ആയിട്ടുണ്ട്. 2 വടയ്ക്ക് 30 രൂപ, എല്ലാം ചേർത്ത് 90 ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. പോന്നാ. അപ്പോൾ എന്തായാലും വിശപ്പൊന്ന് മാറി കെട്ടി. പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ മാത്രം മതി. ഇപ്പോഴത്തേക്ക് ഓക്കെയാണ്. ഓക്കെ, സൂപ്പർ കേട്ടോ. നമ്മളങ്ങനെ തിരുപ്പരംകുന്றம் എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തിരുപ്പരംകുന്றம் മലയക്കുന്ന് എന്തോ അത് ഒരു പാറ, തിരുപ്പരംകുന്றம் പാറയുടെ മുകളിലാണ് കോവിലുള്ളത്. മുരുകൻ കോവിലാണ്, സൂപ്പറാണ്. അതായത് അറുപടയും മുരുകൻ എന്ന് പറഞ്ഞ ഒരു 6 കോവിലുണ്ട്. അപ്പോൾ 6 കോവിലൊരു ഒരു ഫേമസ് ആയ കോവിലാണ് തിരുപ്പരംകുന്றம் മുരുകൻ കോവിലാണ്. അപ്പോൾ ഇതുവഴി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുക. അടുത്ത് തന്നെ ഒരു 10-15 കിലോമീറ്റർ ദൂരമുള്ള അടുത്ത് തന്നെ. ഞാൻ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട് കൊടൈക്കനാൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത്. സൂപ്പർ കോവിലാണ്. പക്ഷേ അവിടുത്തെ സ്റ്റേ അത്ര പോരാ, ലോഡ്ജൊന്നും അത്ര പോരാ. അപ്പോൾ തിരുപ്പരംകുന്றம் വ്ളോഗ് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് അയച്ചേക്കാം. കൊടൈക്കനാൽ വ്ളോഗ് ഇതിന് ഇരിപ്പുണ്ട്. ലാസ്റ്റ് വ്ളോഗാണത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ തിരുനെല്ലി ടൗൺ എത്തിയേട്ടാ. പക്ഷേ എൻ്റെ അമ്മ തളർന്ന് ഒരു രക്ഷയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് അത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ തളർന്നു പോയി. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു വൈബായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് തിരുനെല്ലി ടൗൺ. നെല്ലിയാപ്പൂർ കോവിലാണ് നേരെ കാണുന്നത്. അപ്പോൾ ഈ ആർച്ചിൻ്റെ അകത്തൂടെയാണ് പോകേണ്ടത്. ഇതിനകത്തോടെ പോകുമ്പോൾ അണ്ടർപാസിനകത്ത് കയറിയ ഫീലാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും കടകളുണ്ട്, കാണിച്ചു തരാം. സൂപ്പറായി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇഷ്ടംപോലെ ഫാൻസി കട ഉണ്ട് ഈ ഭാഗത്ത് കേട്ടോ. പിന്നെ പൂക്കട ഉണ്ട്, പിന്നെ ടോയ്സിൻ്റെ ഷോപ്പുണ്ട്, പിന്നെ ചെരുപ്പ് കട, ബാഗ് കട, ഇഷ്ടംപോലെ എല്ലാം കോവിലടുത്തുള്ള കടകളാണ്. അപ്പോൾ ഈ കോവിലിൻ്റെ പേര് നെല്ലിയാപ്പൂർ കോവിലാണ്, ശിവൻ കോവിലാണ്. തൊട്ടടുത്തിന് വേറെ കോവിലുണ്ട്, ഗാന്ധിമതി അമ്മൻ എന്ന് പറയും. അത് പാർവതി ദേവിയാണ്, വേറെ ആരുമില്ല. അങ്ങനെ ഈ 2 കോവിൽ ഫേമസ് ആയ കോവിലാണ് തിരുനെല്ലി ഭാഗത്ത്. അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ഈ കോവിലേറി തൊഴുക. അപ്പോൾ ഈ കോവിൽ അടുത്തിന് ഒരു അൽവ കടയുണ്ട്, ഇരുട്ടുകട അൽവ എന്നാണ് പറയുന്നത്. തിരുനെല്ലി ഫേമസ് അൽവയാണ്, അതിവിടെ കിട്ടുന്നുണ്ട്. അതും കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് കോടീശ്വരൻ നഗർ. ഇവിടെ മാമൻ്റെ വീട് വരുന്നത്. ഇവിടെ നേരെ ഒരു 500 മീറ്റർ പോയ ഇവിടെ എത്തും. അപ്പോൾ മണി കറക്റ്റ് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ചെറിയ വിശപ്പുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും പോയി കുളിക്കണം, ഫ്രഷ് ആവണം, ആഹാരം കഴിക്കണം. ഇതാണ് പ്ലാൻ. അപ്പോൾ മാമൻ്റെ വീട് ഏകദേശം എത്താറായി. ഇവിടെ എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു. കയറി നോക്കാം. ഇവിടെയാണ്. അല്ലല്ല, ഇതല്ല, മാറിപ്പോയിട്ടെ. ഇതേപോലത്തെ വീടാണ്, ഇതേപോലത്തെ ഏരിയയാണ്. ഓക്കെ, തിരിച്ച് ബാക്ക് എടുത്ത് കറക്റ്റ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാമ എത്തിയിട്ടുണ്ട്. അത്തേ സുഖം തന്നെ. അപ്പോൾ ഞാൻ അത്തയുടെ അഡ്വാൻസ് വിളിച്ച് പറഞ്ഞായിരുന്നു വ്ളോഗ് കൊണ്ട് ഒന്ന് തയ്യാറായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിൽപ്പുണ്ട് തയ്യാറായിട്ട്. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുമ്പോൾ റെക്കോർഡായിട്ടില്ല വോയിസ് ഒന്നും. അതാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ പറഞ്ഞാൽ മാത്രം വോയിസ് ഓവറുള്ളൂ. അപ്പോൾ അത്ത പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ശരി, കുഴപ്പമില്ല. വാ. അപ്പോൾ ഇതാണ് മാമൻ്റെ വീട്. അപ്പോൾ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്ത് പോയി ഫ്രഷ് ആവും. വാ, കമോൺ. അപ്പോൾ നമ്മളോട് സംസാരിച്ച കാര്യങ്ങളൊന്നുകൂടെ വോയിസ് ഓവർ ചെയ്യാൻ പോയാണ്. അത്തെ எப்படி இருக்கீங்க? நான் நல்லா இருக்கேன் அத்தை. ரொம்ப தூரம் ட்ராவல் பண்ணேன். எப்பா மொத்தம் 370 கிலோமீட்டர் வண்டி ஓட்டினேன். செம்ம டயர்டு. வரும்போது நீ கால் பண்ணிங்க, என்னால் எடுக்க முடியல. ஆனால் பைக்கில் வந்துட்டு இருக்கேன். அதனால் சரி அத்தை, உள்ளே போமா, கமான். ഹായ് നവീൻ, எப்படி இருக்க? நல்லா இருக்கியா? മൈൻഡ് ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ബിസിയാണ്, മൈൻഡൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരുടെ ചേട്ടൻ ഒരാളുണ്ട്, പുള്ളിയുടെ പേര് സുന്ദറാണ്. അവൻ പഠിക്കാൻ പോയിരിക്കുകയാണ് അവിടെ കോയമ്പത്തൂരിൽ. അപ്പം പുള്ളിക്ക് ലീവ് കിട്ടുമ്പോൾ വരുമായിരിക്കും. അപ്പോൾ വീട്ടിലിപ്പോൾ അവത്തയും നവീനും മാത്രമേ ഉള്ളൂ. മാമന് വരാൻ പറ്റില്ല, കാരണം മാമന് ലീവ് കിട്ടാത്തതുകൊണ്ട് മാമൻ വന്നില്ല. കുഴപ്പമില്ല, നമുക്ക് അകത്ത് പോകാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ചെല്ലാൻ പോവുകയാണ്. ബാക്കി അടുത്ത പാർട്ടിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം.